അദാനി വിവാദത്തിൽ ഇന്നും പാർലമെന്റിൽ ബഹളം നടക്കുകയാണ്. ലോക്സഭ 12 മണി വരെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദാനി വിഷയമായിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണം. ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും. അദാനി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തന്നെയായിരുന്നു രണ്ട് സഭകളിലും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോക്സഭ ഇന്ന് 10 മിനിറ്റ് സമ്മേളിച്ചു. ആദ്യം മുതൽ തന്നെ പ്രതിഷേധം, ബഹളം മുഴക്കിയിരുന്നു, മുദ്രാവാക്യം മുഴക്കിയിരുന്നു ഇന്ത്യ സഖ്യ അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ. പക്ഷേ ചോദ്യോത്തരവേള 10 മിനിറ്റ് മുന്നോട്ട് പോയി. ഇതിനിടയിൽ സ്പീക്കർ പ്രതിപക്ഷത്തിനെതിരെ ചില പരാമർശങ്ങൾ കൂടി നടത്തി. പാർലമെന്റ് സമ്മേളിക്കണം, പാർലമെന്റ് ചർച്ച നടക്കണം എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്ന പരാമർശം അദ്ദേഹം നടത്തി. രാജ്യസഭയിലും സമാനമായ വിമർശനം ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ജഗ്ദീപ് ധൻകർ വ്യക്തമാക്കി, രാജ്യസഭാ ചെയർമാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ചട്ടം 267 അത് പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുന്നു, ആയുധമാക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സഭയിൽ പ്രതിപക്ഷം നടത്തുന്ന, അത്തരമൊരു നീക്കങ്ങളാണ് നടത്തുന്ന വിമർശനം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ലോക്സഭ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. സാഹചര്യം ദൃശ്യങ്ങളിൽ നമുക്ക് ബഹളം കാണാം. ഒപ്പം രാജ്യസഭാ ചെയർമാന്റെ വാക്കുകൾ കൂടി കേൾക്കാം. Members, and I call upon you for deep reflection. Rule 267 is being weaponized as a mechanism of disruption and disruption from our normal working. There are very senior members. This cannot be appreciated. I express my deep anguish. I express nothing going on record. My absolute pain. We are creating a very bad precedent. We are dishonoring the people of this country. We are not coming up to the expectations. Our actions are not people-centric. They are to absolute public distaste. We are getting into irrelevance. People are ridiculing us. We have virtually become laughing stock. I appeal to you. Please, the House stands urgent to meet at 11 a.m. on Monday, the 2nd December 2024.